വേണുചേട്ടനോടൊപ്പം ഉള്ള എൻ്റെ 5ാമത്തെ ചിത്രമാണ് അഗ്നിദേവൻ. അഗ്നിദേവൻ എന്ന് പറയുന്ന ആ സിനിമയ്ക്കയുടെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഒരു 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 പത്രം, സാഹിത്യം, അക്ഷര മുത്തശ്ശി എന്നൊക്കെ പറയുന്ന ഒരു വളരെ വേറൊരു ക്യാരക്ടറൊക്കെ രോഹിണി ഹത്തങ്കടി മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമ എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ഭരത് ഗോപിയുടെ ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള വലിയൊരു സാന്നിധ്യം, രേവതി, മോഹൻലാൽ, അങ്ങനെ ഒരു വലിയൊരു ക്ലാസിക് ആക്ടേഴ്സിൻ്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവരോടൊക്കെ നമ്മൾ കൂടുതൽ ചേർന്ന് നിന്ന് നമ്മൾ സീനുകൾ പറയാൻ പറ്റുക, അവരോടൊപ്പം സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അറിഞ്ഞറിയാതെയൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് ഇപ്പം പ്രത്യേകിച്ച് ഈ മറ്റ് ഭാഷകളിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഇതിനെ കൺസീവ് ചെയ്യുന്ന രീതികളൊക്കെ വ്യത്യസ്തമാണ്. അവർക്കൊക്കെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആവശ്യപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അങ്ങനെയല്ല, ഇതുവരെ വർക്ക് ചെയ്തിരുന്ന പോലെ അല്ലല്ലോ ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ്യൂം ആണെങ്കിലും അവരുടെ മേക്കപ്പ് ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചറിനെ അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കും ആ ഒരു രീതിയിൽ ഉള്ള ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് നമ്മുടെ ജീവിച്ചിരുന്ന ഇതിന് സമാനമായ ലെജൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് അഗ്നിദേവൻ എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ക്ലാസിക് സ്വഭാവം ഉണ്ടെങ്കിൽ പോലും വളരെ കൊമേഴ്സ്യലായിട്ടുള്ള മറ്റൊരു തലവും കൂടെ ആക്ഷനും അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അഗ്നിദേവൻ എന്ന് പറയുന്ന സിനിമ. അപ്പം അഗ്നിദേവൻ കുറേ ഭാഗം പൊന്നാനിയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. പൊന്നാനിയുടെ ഒരു ബോട്ടി ചട്ടി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പൊന്നാനി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ അന്വേഷിച്ച് ചെന്ന് എത്തപ്പെടണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ പപ്പയുടെ അച്ഛൻ, എൻ്റെ ഗ്രാൻഡ് ഫാദർ പൊന്നാനിയിൽ നിന്ന് പലായനം ചെയ്ത് വന്ന ഒരാളാണെന്നുള്ളത് ഒരു കഥ പോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിന് ശേഷം ഞാൻ പൊന്നാനിയിലെ ചാലപ്പുറം എന്ന് പറയുന്ന ഒരു വീട് അന്വേഷിച്ച് സഞ്ചരിക്കുകയുണ്ടായി. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ മരിച്ചതാണ്. അപ്പം ഏതാണ്ട് ഒരു 100 വർഷങ്ങൾക്ക് പിന്നിലുള്ള ഒരു സംഭവത്തിനെ അന്വേഷിച്ചുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അന്ന് താരതമ്യേന വളരെ ചെറുപ്പക്കാരനായ ഒരു യുവാവ് ഒരു ചാലപ്പുറത്ത് ഒരു കുടുംബത്തിൽ ചെല്ലുന്നു. അവിടെ ഒരു 10-85 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു നമ്മുടെ പ്രേംജിയുടെ ഒക്കെ മാതിരിയുള്ള ഒരു രൂപത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു. കാരണം ഞാൻ കേട്ട കഥകളെന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ പേര് സി അച്യുതമേനോൻ എന്നായിരുന്നു. സി എന്ന് പറഞ്ഞാൽ ചാലപ്പുറത്ത് അച്യുതമേനോൻ. ഇത് ഞാൻ പിന്നീട് എൻ്റെ പ്രണയം എന്ന സിനിമയിലെ അനുപം ഖേറിന് ആ ഒരു പേര് ആണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം ഈ അച്യുതമേനോൻ്റെ ഒരു കുടുംബം ചാലപ്പുറത്താണെന്നുള്ളത് കൊണ്ടാണ് ഈ ചാലപ്പുറത്തുള്ള ഈ കാരണവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് ഇത് 90-കൾ 94-95 സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിവരങ്ങളും എന്നിൽ നിന്ന് കേൾക്കുന്നതിനോ എന്നോട് പറഞ്ഞു തരുന്നതിനോ താല്പര്യമില്ല. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് ഞാനെന്തോ ഒരു സ്വത്ത് ഒക്കെ അവകാശം ചോദിച്ച് വരുന്ന വേറൊരു സ്ഥലത്തു നിന്ന് ഞാൻ ആ ഫാമിലിയിലെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശം ചോദിച്ച് വരുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ട് ഇതൊന്നും ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തി വിടുകയാണ് ഉണ്ടായത്. അതായത് ചാലപ്പുറത്ത് നിന്ന് ഈ വളരെ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ചാലപ്പുറത്ത് നിന്ന് ഒരു ക്രിസ്ത്യൻ മിഷണറിയിലൂടെ ഒരു കൺവേർഷൻ ഉണ്ടായി. പിന്നീട് മാരാമൺ വന്ന് താമസിച്ചു എന്ന് പറയുന്ന ഒരു വലിയൊരു കുടുംബ പശ്ചാത്തലം ഒരു നോവല് പോലെ മനസ്സിലിങ്ങനെ ഒരു റൂട്ട്സ് അന്വേഷിച്ചുള്ളൊരു യാത്ര ആ അഗ്നിദേവൻ്റെ സമയത്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് പറയുന്നതാണ് എനിക്ക് അഗ്നിദേവനെ സംബന്ധിച്ചിടത്തോളം, ആ സിനിമ വർക്ക് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നൊരു അനുഭവം. വൈശാലി എന്ന മലയാളത്തിലെ
എക്കാലത്തെയും ഒരു ക്ലാസിക് സിനിമയുടെ ഒപ്പം അതിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ജയരാജ് തൻ്റെ ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിലാണ് 7 ആർട്സ് വിജയകുമാർ സാറിന് വേണ്ടി വിദ്യാരംഭം എന്ന് പറഞ്ഞ സിനിമ ആരംഭിക്കുന്നത്. അപ്പം ജയൻ്റെയും ഒരു വിദ്യാരംഭം പോലെ തന്നെ തുടങ്ങിയ ഒരു സിനിമ, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ജയൻ കോട്ടയം കഞ്ഞിക്കുഴിയിലും ഞാൻ തിരുവല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അടുത്ത് ജയനോടൊപ്പം നിന്ന് താമസിച്ച്, പ്രത്യേകിച്ച് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഈ വിദ്യാരംഭത്തിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു കാരിക്കേച്ചർ സ്വഭാവമാണ്. എന്നുവെച്ചാൽ ശങ്കരാടിച്ചേട്ടൻ, അങ്ങനെ ഒടുവിലാശാൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരെല്ലാം അത്ര മലയാളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്ലാസിക് നടന്മാരുണ്ട് എന്ന് പറയുന്നത് എത്ര അഭിമാനകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരം ഇപ്പം ശങ്കരാടിച്ചേട്ടൻ്റെ ഒരു ജസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡെലിവറിയെയും അദ്ദേഹം എന്നൊക്കെ അഭിനയിക്കുകയാണെന്നൊന്നും നമ്മൾക്ക് അങ്ങനെ ഒരിക്കലും തോന്നാൻ പറ്റത്തില്ല. കാരണം മൂപ്പരുടെ ഒരു ഡെലിവറീസൊക്കെ അങ്ങനെയാണ്. ഈ നഷ്ടത്തിനെ നമ്മൾ ഓർത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സിനിമകളിലൂടെയാണ്. ഈ നഷ്ടം എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ പുതിയ തലമുറയ്ക്ക് അവരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പം ഒരുപാട് തരത്തിലുള്ള കാരിക്കേച്ചർ സ്വഭാവമുള്ള ജേക്കബേട്ടന്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നിറഞ്ഞ ശ്രീനിയേട്ടനെ, ഫിലോമിന ചേച്ചി. അപ്പം ഞാൻ ഈ തനിച്ചുള്ളൊരു അസോസിയേറ്റ് എന്നുള്ള രീതിയിൽ തനിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയുടെയാണ് ഈ വിദ്യാരംഭം. അപ്പം ജയൻ്റെ ആദ്യ സിനിമയാണേലും ജയൻ്റെ ഒരു വളരെ തഴക്കം ചെന്ന ഒരു സംവിധായകൻ്റെ ഒരു രീതിയിലാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ കഞ്ഞിക്കുഴിയുള്ള വീട്ടിൽ ഞങ്ങൾ ഇരുന്നിട്ട് ഈ ഓരോ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു ഡിസ്കഷന് ശേഷമാണ് നമ്മളതിൻ്റെ ഒരു സിനിമയിലേക്ക്. പക്ഷേ ആ സിനിമയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ശ്രീനിയേട്ടനാണ് തിരക്കഥ. അപ്പം കഥ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഡയറക്ടർക്കും എഴുത്തുകാരനും അറിയാം. കഥയെക്കുറിച്ചുള്ള ഏകദേശം ഒരു 1 ലൈനുണ്ട്. ഇതാണ് ആകെ എൻ്റെ കയ്യിലുള്ളൊരു കാര്യം. അപ്പം പിറ്റേ ദിവസം നടക്കുന്നൊരു സീന് ഏതാണെന്നുള്ള ചിലപ്പം തലേന്ന് രാത്രിയായിരിക്കും അറിയുക, ചിലപ്പം ശ്രീനിയേട്ടൻ ഫോണിലൂടെ വിളിച്ച് പറയുമ്പോൾ അത് എഴുതിയെടുത്തിട്ടായിരിക്കും ഇന്നാണ് ഡയലോഗുകൾ പറയേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ വളരെ അങ്ങനെയാണെങ്കിൽ പോലും അതൊന്നും മനസ്സിലാക്കാത്ത തരത്തിൽ വളരെ ഡിഫറൻ്റായിട്ട് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഒരു മോശം സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മോശമായിട്ട് തന്നെ പറയാം. അങ്ങനെ എഴുതുമ്പോൾ പോലും അല്ലെങ്കിൽ ആ ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു പ്രക്രിയ നടക്കുമ്പോൾ പോലും വളരെ ഭംഗിയായിട്ട് സിനിമ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ അത്ഭുതത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അതൊരു പേടി പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒത്തിരി മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചില സമയത്ത് ഒരു പ്രോപ്പർട്ടി പറയുന്നത് അല്ലെങ്കിൽ ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുന്നതൊക്കെ വളരെ പെട്ടെന്നായിരിക്കും. വിദ്യാരംഭം നടക്കുന്ന ഒരു വലിയൊരു കൃഷിയും മറ്റു കാര്യങ്ങളുള്ള വളരെ ഒരു ട്രഡീഷണൽ ഒരു നല്ലേപ്പള്ളി എന്ന് പറയുന്ന പാലക്കാടൻ ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് അത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുഖ്യ ലൊക്കേഷനുകളൊക്കെ. അപ്പം വീട്ടിലെ ഭയങ്കര നെല്ലിൻ്റെ കൂമ്പാരങ്ങൾ, നാളികേരത്തിൻ്റെ കൂമ്പാരങ്ങൾ. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ കൂമ്പാരങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരക്കണക്കിന് നാളികേരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൂമ്പാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇത് ഞാൻ എത്ര ദിവസം മുമ്പ് പ്രൊഡക്ഷനിൽ പറഞ്ഞാലാണ് എനിക്ക് ഇത്രയധികം നാളികേരത്തിൻ്റെ ഒരു കൂമ്പാരം വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഭയങ്കരമായ പ്രയാസത്തിൽ, പിന്നീട് ഇപ്പം ഒരു ഡമ്മി ഒരു പൊസിഷൻ ഉണ്ടാക്കി അതിൻ്റെ മേലെ നിറയ്ക്കണമെങ്കിൽ പോലും ആയിരക്കണക്കിന് തേങ്ങകൾ വേണം. അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയൊരു സംഘർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് എനിക്ക് ഒരു തനിച്ച് ഇൻഡിപെൻഡൻ്റായിട്ടൊരു അസോസിയേറ്റ് ഡയറക്ടർ എന്നുണ്ട്. അപ്പം ഈ ഫിലോമിന ചേച്ചിയുടെ ഒരു ക്യാരക്ടർ കുറേ പോത്തിനെയൊക്കെ മേയിച്ചുകൊണ്ട്
ഒക്കെ ഇങ്ങനെ സ്കൂൾ കെട്ടിടത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അലയുന്നൊരു സീനുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുവാണ്. അപ്പം പോത്ത് വേണം. കാലത്തായിരിക്കും അറിയുന്നത് ഈ സീനുണ്ട്, ഈ സ്കൂൾ കെട്ടിടത്തിൽ ഫിലോമിന ചേച്ചി പോത്തിനെ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സീനുണ്ടെന്നുള്ള അറിയുന്നത്. അപ്പോൾ ഈ സീൻ കിട്ടിക്കഴിയുമ്പം നമുക്കിത് പറഞ്ഞു കൊണ്ടുവരാനോ ഒരാളുടെ അടുത്ത് പറഞ്ഞ് എത്തിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഷൂട്ടിങ് തുടങ്ങാനായി. അപ്പോൾ എല്ലാവരും നോക്കുമ്പം എന്നെ കാണുന്നില്ല. അവർ പിന്നീട് നോക്കുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ 2 പോത്തിനെയൊക്കെ തെളിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഈ ലൊക്കേഷനിലേക്ക് വരും. അപ്പം ഇതിപ്പം എന്ന് വെച്ചാൽ ഞാനൊരു ആർട്ടിലോ മറ്റൊരാടുത്തോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അന്ന് ഫോണും ഒന്നും ഇല്ലല്ലോ. അവർ താമസിക്കുന്നൊരു ലോഡ്ജിൽ പോയി ചെന്ന് പറയുക എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം നമുക്കറിയാം ഇന്നടുത്താണ് നമ്മൾ പോത്തിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പോത്തിൻ്റെ അവിടെ പോയി ചെന്ന് ഈ പോത്തിനെയും കൊണ്ട് നമ്മളിങ്ങനെ വരുവാണ്. അപ്പം അങ്ങനെ ഒത്തിരി രസകരമായ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയരാജൻ്റെ തുടക്ക സിനിമയാണല്ലോ, ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ ആ സിനിമയിലൂടെ ഉണ്ടായി. വേണുചേട്ടൻ്റെ ഗൗതമി, അങ്ങനെ ഒക്കെയുള്ള ഒരു വലിയൊരു ഒരു പുതിയ തരത്തിലുള്ള ഒരു വലിയൊരു സംവിധായകൻ്റെ ഒരു അരങ്ങേറ്റ സിനിമ. ആ സിനിമയിൽ അസോസിയേറ്റ് ആകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം പിന്നീട് 5 സിനിമകളിൽ എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ആ സിനിമയിൽ അതിനെ പൂർത്തീകരിക്കുവാനായിട്ടൊരു വലിയൊരു പ്രധാന പങ്ക് വഹിക്കാൻ പറ്റിയെന്ന് പറയുന്നതും എനിക്കൊരു ഇൻഡിപെൻഡൻ്റായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ അവസരമൊക്കെ ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിദ്യാരംഭം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത സിനിമയിലേക്ക് ജയരാജ് പ്രവേശിച്ചിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിനായിട്ട് നിന്നുകൊണ്ട് ആകാശക്കോട്ടയിലെ സുൽത്താൻ ഞാൻ വർക്ക് ചെയ്തില്ല. പിന്നീട് വന്നത് കുടുംബസമേതം എന്ന സിനിമയാണ്. കലൂർ ഡെന്നീസിൻ്റെ ഒരു സ്ക്രിപ്റ്റിലാണ്. അപ്പം ഇതിൽ പലപ്പോഴും പല സീക്വൻസുകളിലും ഒരു ഡിസ്കഷൻ വരുമ്പം ഡെന്നീസ് ചേട്ടൻ ആ ലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലതിനെയും ജയനിങ്ങനെ കുത്തിക്കുറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര മനോഹരമായിട്ട് ജയൻ എഴുതാൻ പറ്റുമല്ലോ, പിന്നെന്തുകൊണ്ടാണ് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാത്തതെന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം മറ്റു പലരുടെ സ്ക്രിപ്റ്റ് എടുത്തിട്ടായിരുന്നു ജയരാജ് സിനിമകൾ ചെയ്തിരുന്നത്. അപ്പം ജയനിൽ ഉള്ള ഒരു എഴുത്തുകാരനെ നന്നായിട്ട് ആദ്യം മനസ്സിലാക്കിയ ഒരാൾ ഞാനാണെന്ന് തോന്നുന്നു. പിന്നീട് ലൗഡ് സ്പീക്കറാണ് ഞാനും ഒക്കെ വർക്ക് ചെയ്ത്, ഞാനും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമാണ് ജയൻ സ്വന്തമായിട്ട് തിരക്കഥ എഴുതി തുടങ്ങി. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റായിരുന്നു, ഞാൻ വരെ തിരക്കഥാകൃത്തായില്ലേ, നിങ്ങൾക്കത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എഴുതണം എന്ന് വെച്ചാൽ ഞാനത് ഈ കുടുംബസമേതത്തിലെ മറ്റ് പല സിനിമകളിലും അദ്ദേഹം ഇതിനെ സീനുകളെ പ്രത്യേകിച്ച് ഫോർ ദി പീപ്പിളിലൊക്കെ പല സീൻസുകളെ മാറ്റി റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ജയന് ഉള്ളൊരു വലിയൊരു കഴിവ് അതൊക്കെ ഞാൻ എണ്ണി പറഞ്ഞിട്ടാണ് ജയ അടുത്ത സിനിമ നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ജയനെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സിനിമയിലും നമുക്ക് എന്നും അവശേഷിക്കുന്ന ചില ബിംബങ്ങളുണ്ടാകും, ചില ഓർമ്മകളുണ്ടാകും. അങ്ങനെ ഞാൻ കുടുംബസമേതം എന്ന സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആനയെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. മധുസാറ് ആനയെ തളയ്ക്കുന്ന സീക്വൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലിങ്ങനെ ഒരു നനവുള്ള ഒരു രാവ് പോലെ, സ്വപ്നം പോലെ തോന്നുന്നതാണ് മോനിഷയുടെ ഒരു നിഷ്കളങ്കമായ മുഖവും ആ സിനിമയ്ക്ക് വേണ്ടി മോനിഷയെ അവതരിപ്പിക്കുന്ന ജോൺസൺ മാഷിൻ്റെ വളരെ മനോഹരമായ പൂനിലാവ് പെയ്യുന്ന പോലെ. ചില പാട്ടുകൾക്ക് അങ്ങനെയാണല്ലോ, ചില അറിയാതെ നീലരാവിൽ ഇന്ന് നിൻ്റെ താരഹാരം ഇളകി എന്ന് പറയുന്നൊരു പാട്ട്, ആ പാട്ടിൻ്റെ സീക്വൻസുകളുമൊക്കെ ഷൂട്ട് ചെയ്തതും
മനോജ് കെ ജയനും മോനിഷയും ഒക്കെ ഇങ്ങനെ കാൽപ്പനികതയുടെ ഒരു വലിയ മനോഹരമായ ഒരു അനുഭവം സൃഷ്ടിച്ചുകൊണ്ട് മോനിഷ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ മോനിഷയെക്കുറിച്ചുള്ള അവസാനത്തെ ചിത്രം. സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ സിനിമകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മായാക്കാഴ്ചകളിലൂടെ ജീവിതത്തിനെ ഇങ്ങനെ നിറം പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ കാഴ്ചകളിൽ ചില ബ്ലാക്ക് സ്പോട്ടുകൾ വീണു തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ അവിചാരിതമായ ഒരു ഐ ടെസ്റ്റിലാണ് മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ 2 കണ്ണുകൾക്കും ഈ ഒരു വളരെ ചെറിയ പ്രായത്തിൽ ഗ്ലൂക്കോമ ബാധിക്കുകയും ഏതാണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച ഒരു ഭാഗത്തു നിന്ന് കുറേ അധികം നഷ്ടപ്പെട്ടു പോയ ബ്ലൈൻഡ് സ്പോട്ടുകളായിട്ട് മാറുന്നു എന്ന് ചെറുത്. അതൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളുമായി നടക്കുന്ന അലയുന്ന ഒരാളെ, പ്രത്യേകിച്ച് ഒരു സിനിമ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ട് തന്നെ കൊണ്ട് നടക്കുന്ന സമയത്താണ് ജോണി വാക്കർ എന്നൊരു സിനിമ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഉള്ള ആ സിനിമ ജയരാജ് ഡയറക്റ്റ് ചെയ്യുന്നു. ആ സിനിമയിൽ ഇതിൻ്റെ സമാനമായ ഒരവസ്ഥയിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നഷ്ടപ്പെടുന്ന നായകൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായി മാറുന്നു എന്ന് പറയുന്നത് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ഭയം, അതിപ്പം ജീവിതത്തിൽ പ്രസൻ്റ് എന്നല്ല, ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഗ്രാജുവലി കാഴ്ച മങ്ങി ഒരു ടണൽ വിഷനിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന മെഡിക്കൽ സയൻസിൻ്റെ ആ സമയത്തെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സോഫോക്ലീസിൻ്റെ വാള് പോലെ എന്നും തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നൊരു വലിയൊരു ദുരന്തം വരാൻ സംഭവിക്കാൻ പോകുന്ന ഒരു ഇരുട്ടിനെ ഭയന്നുകൊണ്ട് ഉറങ്ങാതെ കൂടുതൽ സമയം ഉണർന്നിരിക്കാനായിട്ടൊക്കെ വെമ്പലുണ്ടാകുന്നൊരു വലിയൊരു ആഗ്രഹവുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് അങ്ങനെ തന്നെ ഒരു സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകുക എന്ന് പറയുന്നത് കൂടുതൽ ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു സെറ്റിലും നമുക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒരുപാട് ആൾക്കാർ ഒരു പ്രയാസത്തോടുകൂടി ഈ ആ സിനിമയെ കാണുന്ന പോലെ തന്നെ എന്നെ കാണാൻ തുടങ്ങിയിരുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോണി വാക്കർ എന്ന ഒരു സിനിമ വർക്ക് ചെയ്യുന്നത്. താരതമ്യേന ആ സമയത്തുണ്ടായിരുന്ന മലയാളത്തിലെ ഒരു വലിയൊരു എക്സ്പെൻസീവ് പ്രേംപ്രകാശ് കറിയാച്ചനാണ് അതിൻ്റെ നിർമ്മാതാവ്. ബാംഗ്ലൂരിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു ജോണി വാക്കർ. അപ്പം ജയൻ്റെ കൂടെ ഒരു 3ാമത്തെ മറ്റോ സിനിമയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഉത്തരവാദിത്വത്തോടുകൂടി ആ സിനിമയെ ഞാൻ കാണുകയും മനസ്സിൽ ഒരുപാട് ഭയം ഉള്ളിലുണ്ടെങ്കിൽ പോലും ആ സിനിമയെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നതിനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. മമ്മൂക്ക എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അത് തന്നെ ജയരാജിൻ്റെ നിലവിലുണ്ടായിരുന്ന ഒരു സിനിമയുടെ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വളരെ ടെക്നിക്കലി വളരെ ബ്രില്യൻസ് കാണിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ജോണി വാക്കർ. ജോണി വാക്കറിൻ്റെ തിരക്കഥ രഞ്ജിത്ത് ആയിരുന്നു. അപ്പം രഞ്ജിത്തിനോടൊപ്പം രഞ്ജിത്തിൻ്റെ ഞാൻ പണ്ട് വേണിച്ചേട്ടനോടൊപ്പം വേണിച്ചേട്ടൻ്റെ കഥ കേട്ടെഴുതാൻ ഇരുന്നതുപോലെ തന്നെ രഞ്ജിത്തിനെ സഹായിയായിട്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അപ്പം ഞാൻ അറിഞ്ഞു അയാളൊരു പാട്ടുകാരെഴുത്തുകാരനാണ്. അയാൾ എഴുതിയ ഒരു പാട്ട് ഈ സിനിമയിലുണ്ട്, ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന പാട്ട് ഈ ഗിരീഷ് എന്ന് പറയുന്ന ആളാണ്. അപ്പം ഗിരീഷുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായി. കാരണം ഗിരീഷും ഞാനുമൊക്കെ ഏകദേശം ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ ലെവലിലായതുകൊണ്ട് തന്നെ ഗിരീഷുമായിട്ട് ആ സമയത്ത് വലിയൊരു, പക്ഷേ ആ പാട്ട് അത് SP വെങ്കടേഷാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരുന്നത്. അതൊരു മ്യൂസിക്കായിട്ട് ഒരു പാട്ടായിട്ട് വന്നപ്പോൾ പിന്നീട് ഭയങ്കര ഹിറ്റായി മാറുകയും പിന്നീട് ഈ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പുത്തനായിട്ട് ഒരു മലയാള സിനിമയുടെ ഒരു വലിയ ഭാവുകത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് സിനിമകൾക്ക്
പാട്ടുകൾ എഴുതുവാൻ സാധിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിറച്ചിട്ട് പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട ഒരാളാണ് ഗിരീഷ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗിരീഷിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ തുടക്കം ഈ ജോണി വാക്കറിൽ കൂടെയാണ്. ജോണി വാക്കറിലെ ഒരു രഞ്ജിത്തിൻ്റെ കൂടെ സഹായിയായിട്ട് വരുന്ന ഗിരീഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പിന്നീട് ഒരുപാട് ഗിരീഷിനെക്കാട്ട് കൂടുതൽ ഇന്നും നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് ഗിരീഷിൻ്റെ മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത ഗിരീഷിൻ്റെ പാട്ടുകളാണ്. ഇവിടെ തേര് നിർത്താതെ ഈ വഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പൂ തരാതെ പോയി പോയി പൂക്കാലം. അപ്പം വളരെ മനോഹരമായ പാട്ടാണ്. ആ പാട്ട് വീണ്ടും ആ ലൈൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തേര് നിർത്താതെ ഈ വഴി ഒന്നിറങ്ങാതെ, ഈ വരി മാത്രം ഒരു കാസറ്റ് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്ത് ഭ്രാന്താന്ന് നോക്കിയേ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഉന്മാദത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മയക്കത്തിലേക്ക് മയങ്ങുന്നത് ഈ വരികൾ കേട്ടിട്ടാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡ്രാമ.